ഹലോ, അപ്പോൾ ഞാനിന്നുണ്ടല്ലോ നിങ്ങളൊന്ന് ബോറടിപ്പിക്കാൻ വന്നതാണേ. സംഭവം ഇതെൻ്റെ ചാനലിലെ ഫസ്റ്റ് എവർ ലോങ് വീഡിയോ ആണ്. വേണമെങ്കിൽ നമുക്ക് വ്ലോഗ് എന്നൊക്കെ പറയാം. ചാനലൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് ഒരു 1 ഇയർ ഒക്കെ ആവുന്നെങ്കിലും എനിക്ക് ഈ ലോങ് വീഡിയോ ഇടാൻ പറ്റിയത് ഇപ്പോഴാണ്. ആരും വേറെ ഒന്നും അല്ലാന്നേ, ചെറിയൊരു സ്റ്റാർട്ടിങ് ട്രബിൾ. എന്തോ പറയണം, എങ്ങനെ എടുക്കണം, എന്തോ ചെയ്യണം, നോ ഐഡിയ. ഏതായാലും ഐഡിയയും കാത്തുനിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി. എങ്കിൽ പിന്നെ നമുക്കൊന്ന് തുടങ്ങിയേക്കാം. പിന്നെ ഇതിൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് പോരായ്മകൾ എന്തായാലും സ്വാഭാവികമായിട്ടും കാണും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു തീർക്കാം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. ലൈക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനോ അവോയ്ഡ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും പറയാം. ആണെന്ന് പറഞ്ഞ് നിർത്തിപ്പോകാൻ മാത്രം പറയില്ല. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കല്ലേ. ഞങ്ങൾ ഈ സൗദി അറേബ്യയിലോട്ട് വന്നിട്ട് ഒരു 3 to 4 years ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അന്ന് മുതലേ പറയുന്നതാണ് നമുക്ക് ഹാഫ് മൂൺ ബീച്ചിൽ പോകണം, ഹാഫ് മൂൺ ബീച്ചിൽ പോകണമെന്ന്. പക്ഷേ എൻ്റെ ഈ വീഡിയോയുടെ കാര്യം പറഞ്ഞ പോലെ അതും ഡിലേ ആയിരുന്നു. ഏതായാലും ഈ ഈദ് ഹോളിഡേയിൽ ഞങ്ങൾ ഹാഫ് മൂൺ ബീച്ചിലോട്ടാണ് പോയത്. സംഭവം എന്താ പറയേണ്ടതെന്ന് എനിക്ക് വാക്കുകളില്ല. വേറൊന്നും കൊണ്ടല്ല, സത്യം പറഞ്ഞാൽ ഒരു വേസ്റ്റ് പോക്കായിപ്പോയി. ഇപ്പം എങ്ങനെ ഇരിക്കണം? കാരണം ഒരു 1.5 hours ഒക്കെ ട്രാവൽ ചെയ്ത് അവിടം വരെ പോയിട്ട് എന്താണ് ഈ കുറച്ച് ഫ്ലെമിംഗോ ഉണ്ടായിരുന്നു കാണാൻ. പിന്നെ ഈ ഒരു ഷോപ്പ് ഭയങ്കര ക്രൗഡായിരുന്നു. ഇരിക്കാൻ പോലും സ്ഥലവും ഇല്ല. എനിക്കറിയത്തില്ല എന്താ ഇവിടെയെന്ന്. എനിക്കൊന്നും പ്രത്യേകതയായിട്ട് തോന്നിയില്ല. അപ്പോൾ ഹസ്ബൻഡ് വിളിച്ച് കാണിച്ചു തന്നു. മനത്തെ ഒരു ഹാഫ് മൂൺ ഉണ്ടായിരുന്നു, അല്ലാതെ വേറെ ഒന്നും കണ്ടിട്ടില്ല. അത് കാണാനായിരുന്നു ഞങ്ങൾക്ക് വീട്ടിന് പുറത്തോട്ട് ഇറങ്ങി നിന്നാൽ മതി. ഏതായാലും ഒത്തിരി നേരമൊന്നും നിന്നില്ല, പെട്ടെന്ന് ഇറങ്ങി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ഞങ്ങൾ വണ്ടി ഒരു സൈഡിൽ പാർക്ക് ചെയ്തിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. പിന്നെ എവിടെ പോയാലും ഫുഡ് പോലെ തന്നെ ഉറക്കവും മുഖ്യം. സീരിയസ്ലി ഇവിടെ വരെ വന്ന ടൈം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ച് നേരം കൂടെ കിടന്ന് ഉറങ്ങിയിട്ട് വീടിനടുത്തുള്ള ഫെനാത്രയിൽ പോയാൽ മതി എന്ന് ഒരു 10,000 വട്ടം തോന്നിപ്പോയി. എന്തായാലും ഇപ്പോൾ അവിടെ പോയില്ല എന്നുള്ള സങ്കടം അങ്ങ് മാറി കിട്ടി. അങ്ങനെ എന്തെല്ലാം ഹാഫ് ഹവേഴ്സൊക്കെ കിടന്ന് ഉറങ്ങിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. ഈ ഫുഡ് കഴിക്കാൻ വന്ന സ്പോട്ടും ഇതുപോലെ തന്നെയാണ്. പോകണമെന്ന് വിചാരിച്ചിരുന്നിട്ട് കുറേ നാളായി പോകാൻ പറ്റിയില്ല. ഇപ്പോഴാണ് എന്തായാലും അതിനൊരു അവസരം കിട്ടിയത്. എന്തായാലും അങ്ങനെ ബീച്ചിൽ പോയ സങ്കടം ഇവിടെ വന്ന് കഴിച്ചു തീർത്തു. അതാണ് സത്യം. എന്തായാലും ഇവിടുത്തെ വിസിറ്റ് വേർത്തായിരുന്നു. ഒട്ടും ഡിസപ്പോയിൻറ്റഡ് ആയിട്ടില്ല. ഫുഡൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഇവർക്കൊന്നും അങ്ങനെ വണ്ടി കിടന്ന് ഉറങ്ങിയിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് തൃപ്തിയായില്ല. ഇവിടെയും വന്ന് കുറേ നേരം കിടന്നു. അപ്പോഴത്തേക്ക് ഇതാ ഞങ്ങളുടെ ഫുഡൊക്കെ വന്നു. ഞങ്ങൾ ഇവിടുത്തെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ്, അതായത് ഇവിടുത്തെ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള റൈസും പിന്നെ പാസ്ത അങ്ങനെയൊക്കെയാണ് വാങ്ങിയത്. എല്ലാം ഒന്നിനൊന്നിനും മെച്ചമായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഈ മക്രോണി ആദ്യം ആ ഒരു ടേസ്റ്റ് കിട്ടിയില്ല ഫസ്റ്റ് സ്പൂണിൽ. പിന്നെ കഴിക്കുന്തോറും ആയിരുന്നു ഒരു ടേസ്റ്റ്. സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വീട്ടിൽ വന്നിട്ട് അത് കുറേ ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തു അങ്ങനെ വെക്കാൻ പറ്റുന്ന ഒരു ഐഡിയ എന്തെങ്കിലും. പക്ഷെ സത്യം പറഞ്ഞാൽ ഒന്നും ഞാൻ കണ്ടില്ല. എല്ലാം വൈറ്റ് സോസും റെഡ് സോസിലും ഒക്കെ ചെയ്യുന്നത്. ഇതെന്താണെന്ന് അറിയത്തില്ല. ഇത് വേറൊരു നല്ലൊരു ലിക്വിഡ് ഫോമിലായിരുന്നു ഉള്ളത്. ഫസ്റ്റ് സൗദിയിലോട്ട് വരുന്നത് കൊറോണ ടൈമിൽ. അപ്പോൾ ക്വാറന്റൈൻ നിന്നപ്പോൾ അവിടുത്തെ ഹോട്ടലിൽ നിന്നും എനിക്ക് ഇതേപോലെ സെയിം ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അറേബ്യൻ സ്പെഷ്യൽ എന്തെങ്കിലും ആയിരിക്കുമെന്ന്. ഇവിടുത്തെ ഉമാലിയും ദ ബെസ്റ്റ് ആൻഡ് ബെസ്റ്റ് ആയിരുന്നു. സംഭവം ഞങ്ങൾ ജുബൈലിലെ സാദ് സുൽത്താനിലെ ഉമാലിയാണ് അടിപൊളിയെന്ന് വിചാരിച്ചത്. പക്ഷേ അവിടുത്തെ അല്ല, ഇവിടത്തെയാണ് അടിപൊളി. ഹാഫ് മൂണും ഒക്കെ കണ്ട് കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ. പിന്നെ നിങ്ങളത് കണ്ടായിരുന്നോ ആ സീനിൽ? അത് കണ്ടായിരുന്നോ എന്നാണ് ഞാൻ ചോദിച്ചത് കേട്ടോ.